ഹായ്, ഇറ്റ്സ് മീ ജാനകിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കക്കിയിറച്ചി കൊണ്ട് കക്കത്തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന റെസിപ്പിയാണ് കക്കരസം. അപ്പോൾ നമുക്ക് എങ്ങനെ കക്കരസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കക്ക നന്നായി കഴുകിയെടുക്കാൻ മറക്കരുത് കേട്ടോ. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളവും ലേശം ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ കക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്ന് കക്കയും വെള്ളവും വേർതിരിച്ച് വെക്കാം. അപ്പോൾ കക്കയെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വന്ന ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ കക്കരസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് പണി തുടങ്ങാം. അങ്ങനെ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയാണ്. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുകിൻ്റെ പൊട്ടിത്തേറിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച കക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണം. കക്ക വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ച് നിൽക്കുന്നത് നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മേലിക്കൊക്കെ തെറിക്കും. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ആദ്യം തന്നെ ചുവന്നുള്ളി ഇടാം. പിന്നെ അതിലേക്ക് പച്ചമുളക്, മാങ്ങ അരിഞ്ഞത്, ഇത്രയും നമ്മൾ ഈ കക്കരസത്തിൽ ആഡാക്കണം. മാങ്ങ എന്ന് പറയുമ്പോൾ ഒരു പുള്ളിയുള്ള മാങ്ങയാണ് കേട്ടോ. മൂവാണ്ട മാങ്ങ പോലത്തെ നല്ല പുള്ളിയുള്ള മാങ്ങയായിരിക്കണം ഇടേണ്ടത്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം ഇത് നന്നായി തിളയ്ക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായി തിളയ്ക്കണം. തീ നന്നായി കൂട്ടിയിടണം കേട്ടോ. എന്നിട്ട് നന്നായി തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോൾ കക്കരസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇത് ചോറിൽ ഒഴിച്ചുകറിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.